വർഗീയ ശക്തികൾ അതിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDPI ഉൾപ്പെടെയുള്ള വിഭാഗം നല്ല പ്രചാരവേല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയം രൂപപ്പെടുത്താൻ വേണ്ടി ലീഗിനും കോൺഗ്രസിനും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നെയാണ്. അത് ഒന്നുകൂടി ശക്തിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം ആവർത്തിക്കുകയാണ്. അതേപോലെ ഇവിടെ ഈ കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ BJP ഇപ്പോൾ അതിൻ്റെ സ്വാധീനം നഗരസഭയിൽ നേടിയിട്ടുള്ള അല്ല ഈ ഇവിടെയുള്ള കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള വിജയത്തെ തുടർന്ന് ഒരു വലിയ രീതിയിൽ മുന്നേറ്റം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചാൽ ജില്ലാ പഞ്ചായത്തുകളിൽ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന സീറ്റ് ഇപ്രാവശ്യമില്ല. കാസർഗോഡ് ജില്ലയിലാണ് ഒരു സീറ്റ് ആകെ അവർക്കുള്ളത് ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ. അവർക്ക് നിലവിലുണ്ടായിരുന്ന പഞ്ചായത്തുകളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും അതിൽ കുറവ് വരികയാണ് ചെയ്തത്. ചിലത് ഞങ്ങൾ തന്നെ BJP ഞങ്ങൾ തന്നെ ചിലത് പിടിച്ചു. പാലക്കാട് ഇപ്പം നോക്കുമ്പോൾ കേവല ഭൂരിപക്ഷമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അവർ തന്നെ കൊട്ടിഘോഷിപ്പിച്ച് പിടിച്ചു എന്ന് വിശദീകരിച്ച പത്തനംതിട്ടയിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒക്കെ പറഞ്ഞ പന്തളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്ഷേത്ര നഗരങ്ങൾ പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു. അതിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇടതുപക്ഷമാണ് നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇവിടെ ഈ തിരുവനന്തപുരത്ത് ഞാൻ നേരത്തെ പറഞ്ഞു BJP 41 സ്ഥലങ്ങളിൽ ജയിച്ചപ്പോൾ 25 വാർഡിൽ UDFന് 1000-ൽ കുറവായ വോട്ട് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ LDFനെ പരാജയപ്പെടുത്താൻ പൊതുവായ ഇടപെടൽ, ഒരു മുന്നണി എന്ന രീതിയിലൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, പൊതുവായ ഇടപെടൽ BJPയും UDFും നടത്തിയിട്ടുണ്ട്. അതാണ് തിരുവനന്തപുരത്ത് കാണാൻ സാധിച്ചിട്ടുള്ള കാര്യം. ചില വാർഡുകളിൽ UDFന് വളരെ ചെറിയ വോട്ട് മാത്രം ലഭിക്കുന്ന നില ഉണ്ടായത് അതുകൊണ്ടാണ്. ഏതാണ്ട് LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി UDFും അതുപോലെ തന്നെ BJPയും കപട മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് യോജിച്ച് അവർ സ്വാഭാവികമായും CPIM ആണ് BJPയുമായിട്ട് ഈടുണ്ടാക്കുന്നത് എന്ന പ്രചാരവേല നടത്തി അവർ ഈ രീതിയിലുള്ള ഒരു വർക്ക് വളരെ നിശബ്ദമായി സംഘടിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്.